ഇപ്പോൾ ഒരുപാട് കേസ് എടുക്കുന്നു, ഇപ്പം പരാതി കൊടുക്കുന്നു. അപ്പോഴൊക്കെ ഈ UDF നേതാക്കളായാലും കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറയുന്നത് അവർക്കൊന്നും ഇത് പങ്കില്ല എന്നാണ്. സ്ഥാനാർത്ഥിയുടെ അറിവോടെയല്ല, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ അറിവോടെയല്ല ഇതൊന്നും നടക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അവർ പറയട്ടെ, അവരുടെ അനുയായികളെ ഈ കുറ്റകൃത്യത്തിന് അറസ്റ്റ് ചെയ്യുമ്പം തള്ളി പറയട്ടെ അവരെല്ലാം. അവർ അതിനോട് ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ്, പാനൂർ ബോംബ് സ്ഫോടനം ഉണ്ടായതോടുകൂടി ഇടതുപക്ഷത്തിന് വലിയ ക്ഷീണം ഉണ്ടായി. അത് മറികടക്കാൻ വേണ്ടിയുള്ള ഒരു കൃത്യമായ. അതെ, നിങ്ങൾ ഏത് പത്രത്തിൻ്റെ ആയിരുന്നു? ദീപിക. അപ്പോൾ അത് ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്. പ്രാദേശികമായിട്ടുണ്ടാകുന്ന സെൻസേഷനിലായിട്ട് ചില വിഷയങ്ങൾ പാർലമെൻറ്റ് ഇലക്ഷനിൽ അത് മാത്രം ചർച്ച ചെയ്യണമെന്ന് വാശി പിടിക്കുകയാണ് UDF. കേട്ടില്ലേ? ആ ചർച്ച ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളിലാണ് കേന്ദ്രീകരിക്കുന്നതെന്ന് പറഞ്ഞു. പാനൂർ നടന്ന ബോംബ് സ്ഫോടനം നടന്ന നിമിഷങ്ങളെല്ലാം പോലെ ഞങ്ങൾ പറഞ്ഞു അതിലുള്ള ആരുമായും CPMന് ബന്ധമില്ല. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ഏരിയ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടികളിൽ ഒരാളിൻ്റെ അച്ഛൻ ഇപ്പോഴും പാർട്ടി അനുഭാവിയാണ്, അദ്ദേഹം നാണുവട്ട്, അദ്ദേഹം പറഞ്ഞു അവനെ ഞാൻ തിരുത്താൻ ശ്രമിച്ചു, നന്നായില്ല. എൻ്റെ പാർട്ടി കഴിവതും ശ്രമിച്ചു അവനെ തിരുത്താൻ, നന്നായില്ല. എന്താ ചെയ്യുക, ചില യുവാക്കളുടെ പ്രവർത്തനം ഇങ്ങനെയായി പോകുമ്പോൾ പിടികൂടുക, ശിക്ഷിക്കുക എന്നല്ലാതെ. അതുകൊണ്ട് അതെന്തോ CPM ഉണ്ടാക്കിയിട്ടുള്ളത് ആർക്കത് തെളിയിക്കാൻ പറ്റുക? അങ്ങനെയുണ്ടോ അതിനകത്ത്? അപ്പോൾ ആ ഒരു വിഷയം വീണ് കിട്ടിപ്പോയി. ഏട്ടോ, നിങ്ങൾക്ക് ഈ നാട്ടിൻ്റെ ജീവിത പ്രശ്നങ്ങൾ പറയരുതോ? കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഏതാ പ്രസ്ഥാനം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെ പ്രസ്ഥാനമല്ലേ അത്? ഇത്ര ആശയദാരിദ്ര്യമായിപ്പോയോ കോൺഗ്രസ്സിന്? ഈ നാടിനെ സംബന്ധിച്ച ഇവിടെ ആകെ മനുഷ്യന് അസ്വസ്ഥമാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ വന്ന് ഭവിക്കുമ്പോൾ ആ വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രതികരണം, ഈ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ക്ഷേമ പദ്ധതികൾ തടസ്സപ്പെടുമ്പോൾ അതൊന്ന് പിടിച്ചു വാങ്ങണം എന്നുള്ളൊരു ഉത്കണ്ഠ, അതൊക്കെയല്ലേ കോൺഗ്രസ്. വെറുതെയാണോ കോൺഗ്രസിൻ്റെ ആളുകൾ കൈവിടുന്നത്? കോൺഗ്രസിനകത്ത് തന്നെ ഇന്നലെ ഞാൻ പോയെടുത്തൊരു പഴയ കരുണാട്ടെ നാദാപുരം മേഖലയിൽ പര്യടനം നടത്തുമ്പോൾ കരുണാടൻ എൻ്റെ സ്റ്റേജിൽ വന്നു. എന്നിട്ട് പണ്ടേ ഭയങ്കര കോൺഗ്രസ്സാണ്, പ്രായമുള്ള ഒരാളാണ്. എന്നോട് പറഞ്ഞു, ടീച്ചറെ ഞാൻ നിങ്ങളൊന്നിച്ച് നിൽക്കുകയെന്ന്, കോൺഗ്രസ് ഒന്നും ശരിയല്ല. ഞാൻ പറഞ്ഞു, കരുണാട്ട നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം, ജയിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ ഒന്നിച്ചുണ്ടാവും. ഞാൻ പറഞ്ഞു, നിങ്ങൾ വേണം, ജയിച്ചാലും നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു. വെറുതെ അല്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് ഒന്ന് ആലോചിക്കണം, കോൺഗ്രസ് ചെയ്യേണ്ടതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. മറ്റൊരു കാര്യം, ആദ്യമായിട്ടുള്ള സംഭവമല്ല. മുമ്പ് വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിച്ച സമയത്തും സമാനമായ രീതിയിൽ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ചില കേന്ദ്രങ്ങളിൽ നടക്കുന്നതാണ്. അതായത് പാർട്ടി നേതൃത്വം അറിവോടുകൂടി ചെയ്യുന്നതല്ല. ഇനി എന്തിന് ഇവിടെ മാത്രം ഇതാണ് വലിയൊരു ഇഷ്യൂ ആക്കി എടുത്തു? അതായത് ഇതൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഞാൻ ഒരു സ്ഥാനാർത്ഥിയാണ്. അതിൽ സ്ത്രീ എന്നുള്ള നിലയിൽ അപമാനിച്ചത് മാത്രമല്ല, എൻ്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി, എൻ്റെ ആശയങ്ങൾ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെ തീരെ ഓപ്പോസിറ്റാക്കിയിട്ട് വ്യാജമായി പ്രചരിപ്പിക്കുക, അതെപ്പോഴാണ് നടന്നിട്ടുള്ളത്? അത് മുമ്പ് എപ്പോഴാണ് നടന്നിട്ടുള്ളത്? അതുകൊണ്ട് ഞാൻ അതിന് പരാതി പറയുമ്പം പണ്ടിങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലേ എന്ന് പറയാണോ വേണ്ടത്? ആ പണ്ട് നടന്നതിന് അന്നേരം അത് പ്രതികരണം ഉണ്ടായിട്ടുണ്ട്, അന്നേരം എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടായിട്ടുണ്ട്. ഞങ്ങളാരും അതിനൊന്നും അനുകൂലിക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇപ്പം ചെയ്തിട്ടുള്ളത് അതാണോ? നിങ്ങളെന്താ വളരെ ലളിതമായിട്ട് കാണുന്നത്? ഒരു സ്ത്രീ എന്നുള്ള നിലയെ പരിഹരിച്ചിട്ടുണ്ട്, അത് ശരി. അതെൻ്റെ പ്രിയപ്പെട്ട സഹോദരി രമയും ഉമയും പറഞ്ഞു. അങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിൻ്റെ കൂടെ ഒന്നുകൂടി ഉണ്ട്, ഞാനൊരു രാഷ്ട്രീയ നേതാവും കൂടിയാണ്. വെറും ഒരു വനിത എന്നുള്ള നിലയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, ഞാനൊരു രാഷ്ട്രീയ നേതാവാണ്. എല്ലാ പുരുഷന്മാരെയും പോലെ അവകാശമുള്ള, പൂർണ്ണ ഉത്തരവാദിത്വമുള്ള എൻ്റെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഞാൻ. എന്നാലും ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ കൈയാളുന്ന ആശയത്തെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ച് പ്രചരണം നടത്തുക തെരഞ്ഞെടുപ്പിൽ, അതിനെവിടെയാണ് താരതമ്യമുള്ളത്? അപ്പോൾ അമ്മാതിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിൻ്റെ മുനയൊടിക്കാൻ വേണ്ടിയിട്ടോ ഇതിൻ്റെ പ്രാധാന്യം കുറക്കാൻ വേണ്ടിയോ ശ്രമിക്കുന്നത് അത് ശരിയല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവില്ലേ?